പാലായ്ക്കും പൊൻകുന്നത്തിനുമിടയിൽ ഇപ്പോൾ മനിതി സംഘാംഗം അമ്മിണിയെ BJP പ്രവർത്തകർ തടഞ്ഞിരിക്കുകയാണ്. ടോബി ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ടോബി, ഇപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ പാലായിൽ അല്പസമയം മുമ്പാണ് അമ്മിണി എത്തിയത്. അതിന് അവർ പറയുന്ന കാരണം മറ്റ് സംഘാംഗങ്ങൾ അവിടേക്ക് പാലായിലേക്ക് അവിടെ നിന്നും ഒന്നിച്ചു പോകാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുകയായിരുന്നു. എന്നാൽ പാലായിൽ എത്തിയെങ്കിലും മറ്റുള്ളവരെ കാണാൻ സാധിച്ചില്ല. ഇവിടെ പോലീസ് എത്തി ഇവരോട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ശബരിമലയ്ക്ക് പോകാനാണെങ്കിൽ അവിടേക്ക് പോകണം എന്നുള്ളൊരു നിർദ്ദേശം നൽകി. അധിക നേരം പാലായിൽ നിൽക്കാൻ സാധിക്കില്ല എന്ന് പോലീസ് കർശന നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പാലായിൽ നിന്നും പൊൻകുന്നം വഴി എരുമേലിയിലേക്ക് പോകാനുള്ള തീരുമാനമെടുത്തത്. ഇതിനിടയിലാണ് പാലായിൽ നിന്നും പൊൻകുന്നത്തേക്ക് യാത്ര ചെയ്യുന്നതിനിടയിലാണ് ഒരു കൂട്ടം BJP പ്രവർത്തകർ ഇവരെ തടയുന്നത്. ഏകദേശം പൈകയ്ക്ക് അടുത്തായിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഈ വാഹന വ്യൂഹം, അതായത് പോലീസിന്റെ സുരക്ഷയിലായിരുന്നു ഇവർ സഞ്ചരിച്ചത്. ഈ വാഹന വ്യൂഹത്തിന് മുന്നിലേക്ക് BJP പ്രവർത്തകർ ചാടി വീഴുകയും വാഹനം തടയുകയും അതിനു മുന്നിൽ കിടന്ന് ഉപരോധിക്കാനും ശ്രമിക്കുകയായിരുന്നു. എന്തായാലും പോലീസ് ബലപ്രയോഗത്തിലൂടെ തന്നെ ഇവരെ മാറ്റി ഇപ്പോൾ അമ്മിണിയെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം പോലീസിന്റെ സംരക്ഷണയിൽ തന്നെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം പൊൻകുന്നത്ത് അടുത്തേക്ക് എത്തുന്നു. എന്തായാലും വരുന്ന മുൻവശങ്ങളിൽ വീണ്ടും സമാനമായ രീതിയിൽ ഇവരുടെ വാഹനം തടയാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രവർത്തകർ അത് വിളിച്ചു പറയുന്നുമുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനിയും മറ്റു സ്ഥലങ്ങളിലും ഇവരുടെ വാഹനം തടയാനുള്ള ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ പോലീസ് ഇപ്പോൾ ഈ വാഹന വ്യൂഹത്തിനൊപ്പം ചേർന്നിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഏകദേശം പൊൻകുന്നത്തേക്ക് അടുക്കുന്നു. എരുമേലി വഴി ശബരിമലയിലേക്ക് ഇവർ പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇവരോടൊപ്പമുള്ള മറ്റുള്ളവർ എവിടെയാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു ധാരണയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാഹനം പൊൻകുന്നത്തേക്ക് അടുക്കുന്നു. അവിടെ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം BJPക്കും അതുപോലെ തന്നെ സംഘപരിവാർ സംഘടനകൾക്കും കൂടുതൽ ശക്തിയുള്ള ഒരു മേഖലയാണ് ഈ പൊൻകുന്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒപ്പം തന്നെ ഈ വാഹനത്തിനൊപ്പം BJP പ്രവർത്തകരും അതുപോലെ തന്നെ സംഘപരിവാർ പ്രവർത്തകരും മറ്റു വാഹനങ്ങളിലും സഞ്ചരിച്ച് ഈ വാഹനത്തിന് മുന്നേ കയറി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം അവിടെ എവിടെയെങ്കിലും സംഘടിച്ചു നിന്ന് വീണ്ടും ഈ സമാനമായ രീതിയിൽ വഴി തടയാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മളും തൊട്ട് പിന്നാലെ തന്നെയുണ്ട്. ഈ വാഹനത്തിന്റെ വലിയൊരു പോലീസ് സന്നാഹം, വലിയ വാഹനങ്ങൾ തന്നെ, വലിയ ബസ്, അതുപോലെ തന്നെ 4 ജീപ്പ് തുടങ്ങിയ വാഹനങ്ങളുടെ ഒരു സുരക്ഷ ഇപ്പോൾ ഈ അമ്മിണി സഞ്ചരിക്കുന്ന കാറിനുണ്ട്. അവർ രാവിലെ തന്നെ വ്യക്തമാക്കിയിരുന്നു ശബരിമലയിലേക്ക് എത്തുമെന്ന്. ഇന്നലെ നമ്മളോട് അത് ആദ്യം പറയുകയും ചെയ്തതാണ്. എന്നാൽ ഇവരോടൊപ്പം ബാക്കിയുള്ളവർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല. ഒഡീഷ അതുപോലെ തന്നെയുള്ള ഛത്തീസ്ഗഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും പലരും എത്തും എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അവരെ ആരെയും ഇതുവരെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഇതിൽ വിശ്വസനീയമാണ് ഈ കാര്യമെന്ന് അറിയത്തില്ല. പോലീസ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പോകണമെങ്കിൽ ശബരിമലയിലേക്ക് പോകാം, അതിന് നിലയ്ക്കൽ വരെ എത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളൊരു കാര്യം പോലീസ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പാലായിൽ നിന്നും തിരിച്ച് പൊൻകുന്നത്തേക്ക് കൊണ്ടുവന്നത്.